തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയിൽ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് LDF, പ്രത്യേകിച്ചും CPM. ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ അടവ് നയം എടുത്തില്ലെങ്കിൽ പെട്ടുപോകുമെന്ന് CPM-ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ഇതാ പുതിയ വാർത്തകൾ ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ. ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും ചോദ്യങ്ങൾ നിരവധിയാണ്. ന്യൂനപക്ഷ സംരക്ഷണം ഇടത് നയമാണെന്നും സമസ്താവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും CPM-നെ കൈവിടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇപ്പോൾ ഇതാ ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണോ നീക്കങ്ങളെന്നാണ് ചോദ്യം. ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്ന് LDF പറയുകയാണ്. LDF സർക്കാരുകളുടെ പ്രവർത്തനം നോക്കിയാൽ വ്യക്തമാകുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങൾക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചേർക്കാമെന്ന് കരുതുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യരുത്. ഏത് വർഗീയതയും നാടിന് ആപത്താണ്. ഇതിനെതിരായ സമസ്തയുടെ നിലപാട് ശ്ലാഘനീയമാണ്. രാജ്യത്തെ മതനിരപേക്ഷ സമൂഹമായി കാണാൻ ശ്രമിച്ച പ്രസ്ഥാനമാണ് സമസ്ത. ഗാന്ധിജി അടക്കമുള്ള മഹാത്മാക്കളെ ഓർമ്മകളിൽ നിന്ന് പോലും ഇല്ലായ്മ ചെയ്യുന്ന കാലത്ത് സമസ്തയുടെ വ്യക്തമായ നിലപാട് ശ്രദ്ധേയമാണെന്നും വർഗീയ ശക്തികൾക്കെതിരെ നെഞ്ചു വിരിച്ചു തന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ ശക്തികൾക്കെതിരെ നെഞ്ചു വിരിച്ചു തന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്നും പിണറായി പറഞ്ഞു. ഇടത് സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത്. മലപ്പുറം രൂപീകരിക്കുമ്പോൾ ഇടത് സർക്കാർ നേരിട്ട വിമർശനങ്ങൾ അറിയാമല്ലോ. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം എക്കാലവും സവിശേഷതയോടെ കണ്ടു. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വച്ച് അളക്കാവുന്നതല്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. ഇനിയും തയ്യാറാകുമെന്ന ഉറപ്പാണ് നൽകുന്നത്. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത സൂക്ഷിക്കാൻ ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വർഗീയത തലയുയർത്തുമ്പോഴെല്ലാം ഇടതുപക്ഷം ശക്തമായി നിലകൊണ്ടു. ന്യൂനപക്ഷ സംരക്ഷണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല. LDF സർക്കാരിന്റെ പ്രവർത്തനം നോക്കിയാൽ വ്യക്തമാകും. നാടിന്റെ പുരോഗതിക്കും സമാധാനത്തിനും അനുകൂലമായി ചിന്തിക്കുന്നവർ മതനിരപേക്ഷതയുടെ പക്ഷത്തുറച്ചു നിൽക്കണം. ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നാട്ടിലുണ്ട്. അത് തിരിച്ചറിയാനാകണം. നാടിന്റെ ഐക്യവും സമാധാനവും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച സന്ദേശം ഈ യാത്രയിൽ പ്രചരിപ്പിക്കാനാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.